എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് അണ്ടിക്കീരയാണ്. ഇത് പണ്ട് കാലത്തൊക്കെ നോമ്പിനൊക്കെ കുഞ്ഞിപ്പത്തിലെല്ലാം നമ്മൾ ഉണ്ടാക്കും പോലെ ഇതുണ്ടാക്കാറുണ്ട്. ഇപ്പോൾ അങ്ങനെ ആർക്കും ഇതുണ്ടാക്കുന്നത് അറിഞ്ഞുകൂടാ. അറിയാമെങ്കിൽ തന്നെ ഇപ്പോൾ ഉള്ള ആരും ഇതുണ്ടാക്കാറില്ല. പിന്നെ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. നമുക്കിനി വീഡിയോയിലോട്ടേക്ക് പോകാം. അണ്ടിക്കീര ഉണ്ടാക്കാനുള്ള അരിയാണിത്. ഇതിന് ഞാൻ ചമ്മന്തി പൊടിച്ച് ഇറച്ചി മസാല, നിങ്ങൾക്ക് മീനാണെങ്കിൽ മീനിട്ടിട്ടോ ഇഷ്ടം പോലെ ഉണ്ടാക്കുക. എങ്ങനെയാണെങ്കിലും ഇത് ഞാൻ മസാലപ്പത്തിൽ ഉണ്ടാക്കുന്ന മസാല തന്നെയാണ്. അറിഞ്ഞുകൂടാത്തവർക്ക് മസാലപ്പത്തിൽ കണ്ടാൽ അതിൽ നിന്ന് മനസ്സിലാക്കും. എല്ലാവർക്കും മസാല ഉണ്ടാക്കുന്നത് അറിയായിരിക്കും. പിന്നെ ഈ അരി ഇങ്ങനെ ഉരുട്ടി ഓരോ ഉരുട്ടിയാക്കി ഉണ്ടാക്കിയിട്ട് ചെറിയ കുഞ്ഞി അട പരത്തിയെടുക്കുവാനാണ് ഇതിങ്ങനെ ഉരുട്ടിയാക്കി ഇടുന്നത്. ഇങ്ങനെ ചെറുതാക്കി ചെറിയ കുഞ്ഞി അട പരത്തിയെടുക്കുകയാണ് വേണ്ടത്. കുഞ്ഞി അട പരത്തിയെടുക്കുക. ഈ മസാല ഉണ്ടാക്കുന്ന അറിഞ്ഞുകൂടാത്തവർ മസാലപ്പത്തിൽ ഉണ്ടാക്കുന്നതിൽ നോക്കിയാൽ കാണാം. ഇത് ഇറച്ചിയോ മീനോ എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിട്ട് ഉണ്ടാക്കുക. ഈ മസാല ഇതിൽ കുറച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താലാണ് നമുക്കിത് മടക്കാൻ പറ്റൂ. അല്ലേ ഇതിങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് മടങ്ങി കിട്ടില്ല. അതുകൊണ്ടാണ് അമർത്തി കൊടുക്കുന്നത്. ചെറിയ കുഞ്ഞി അടിയായതുകൊണ്ട് നമുക്ക് ഇത് അടഞ്ഞു കിട്ടാൻ പണിയാണ്. അതുകൊണ്ടാണ് മസാല വെച്ച് ഞാൻ അമർത്തിയത്. ഇതിങ്ങനെ ഓരോന്നും പരത്തിയെടുക്കണം. ഇത് ഈ അരി കൊണ്ട് ഫുള്ളും ഇത് പരത്തിയെടുക്കണം. ഇത് പരത്തിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ചെറിയ അടിയായതുകൊണ്ട് ഇത് കുറച്ച് സമയം പിടിക്കും. മസാല ഉണ്ടാക്കാനൊക്കെ പെട്ടെന്ന് പറ്റും. ഒക്കെങ്കിൽ ഇത് പരത്തിയെടുക്കാൻ കുറച്ച് സമയം പിടിക്കും. ഈ ഒരു സമയമാണ് വേണ്ടത്. ബാക്കിയെല്ലാം പെട്ടെന്ന് കഴിയും. ഇത് പണ്ട് കാലത്തൊക്കെ അധിക പേരും ഉണ്ടാക്കുന്ന വിഭവമാണ്. ഇപ്പോൾ അങ്ങനെ ആരും ഉണ്ടാക്കുന്നത് കാണാറില്ല. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. എൻ്റെ മക്കൾക്കൊക്കെ ഇത് തിന്നിട്ട് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൽ ഇറച്ചിയും മീനൊക്കെ നമ്മൾ വെച്ചുണ്ടാക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചെറിയ കുഞ്ഞി അട ഞാൻ പരത്തിയെടുത്ത് ഇത് നമുക്കിനി ചെമ്പിൽ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. അതിൽ വെച്ച് കൊടുക്കാം. ഇത് വേകുമ്പോഴേക്കും ബാക്കി കൂടിയും നമുക്ക് പരത്തിയെടുക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറിയ അടിയായതുകൊണ്ട് മറ്റേത് ഇട്ട് കൊടുത്ത് ഇനി അത് വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങയും ചെറിയുള്ളി ചെറുതാക്കി മുറിച്ചത്, അല്പം വലിയ ജീരകം, അല്പം വെള്ളവും ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് അരക്കണ്ട ഒന്ന് അല്പം കുഞ്ഞിപ്പത്തിനെല്ലാം ഒതുക്കുമ്പോൾ ഒതുക്കിയെടുത്ത് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായി അതിൽ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കുക. ഇതിൽ അരക്കുമിട്ടാൽ ഇല്ല, മഞ്ഞൾ അല്പം ഇട്ട് കൊടുക്കണം. അത് അരക്കുമ്പം ചേർത്താലും ഇല്ല, ഇപ്പോൾ ചേർത്ത് കൊടുത്താലും ഇല്ല. നമ്മൾ മുളകിൻ്റെ ചമ്മന്തി ഇറച്ചിയൊക്കെ വെച്ച് ചമ്മന്തിയൊക്കെ ഇട്ടുകൊണ്ട് അല്പം മഞ്ഞൾ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു വല്ലാത്തൊരിതായിരിക്കും, ഒരു വെള്ള കളറായിരിക്കും. അതുകൊണ്ടാണ് അല്പം മഞ്ഞളിട്ട് കൊടുത്തത്. അതിനൊരു കാണാനൊരു ഭംഗി കിട്ടില്ല. ഇതിലേക്ക് നമുക്ക് ഈ പരത്തി വെച്ച കുഞ്ഞടേൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. കുഞ്ഞട പരത്തി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോകാതെ. മസാല ഒക്കെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകും പൊട്ടിപ്പോയാൽ. അതുകൊണ്ട് നമുക്ക് ഈ കയ്യിൽ മാറ്റി കോരിയെടുത്ത് ഇളക്കി കൊടുക്കാം. ഇതിനെ കൊണ്ട് ഇളക്കിയാൽ അത് മുറിങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനെ കൊണ്ട് ഇളക്കുമ്പോൾ ഒരു മുറിഞ്ഞു പോകുള്ളൂ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് കോരി എടുത്തിട്ട് ഇളക്കാം. നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് കൊണ്ടൊന്ന് തിരിച്ച് ഇളക്കിയിട്ട് കൊടുക്കാം. ഇത്രയാണ് പണിയുള്ളൂ. ഇത് പരത്തുന്ന പണി മാത്രമാണുള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് കഴിയുന്നതാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകും തിന്നതിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനിൻ്റെ മസാല ആയാലും ഇറച്ചി മസാല ആയാലും എന്നാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മളുടെ അണ്ടിക്കീര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് വേണ്ടത്. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അണ്ടിക്കീര. എല്ലാവരും
ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുക. എല്ലാവരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.